പൊതുവേ ഭാര്യമാർക്ക് നമുക്കൊരു ഇതുണ്ടാവില്ല, ഇത്ര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തിയേക്കണം, രാത്രി അവിടെ പോകണം, ഇത് ചെയ്യണമെന്നൊക്കെ. അപ്പം ലേറ്റ് ആയി വരുന്ന ഹസ്ബൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭാര്യമാർക്കുള്ള ഒരു ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ്, ഹൗ ഡു യു ഡീൽ ഇറ്റ്? ഇല്ല, അവരവർക്ക് കീ ഉണ്ട്, വന്ന് കേറുക, വായിക്കണമെങ്കിൽ അതൊക്കെ ആവാം. അങ്ങനെ എനിക്ക് കളിച്ചറിയാം. എനിക്കാണെങ്കിൽ എന്നെ പരമാവധി സ്വതന്ത്രമായി വിടുന്നതിനോട് എനിക്ക് കുറച്ചും കൂടി കാരണം എനിക്ക് എന്റേതായ ലോകമൊക്കെ ഉണ്ട്. അതിലെ എന്റെ കാര്യങ്ങള്, ആലോചന, പിന്നെ എന്റെ മക്കള് എന്റെ ഭയങ്കര ലക്ഷ പോയിന്റ് ആണ്. അവർ രണ്ടുപേരും, ഞങ്ങള് 3 പേരും അങ്ങനെ എൻജോയ് ചെയ്ത് ഉള്ള സമയം ഇരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ മിസ്സിങ് അങ്ങനെ നീ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായി ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോ ഒന്ന് സംസാരിക്കാൻ, അതാണ് പ്രശ്നം. അതേ ഉള്ളൂ, അല്ലാതെ എനിക്കല്ലാതെ അങ്ങനെ നീട് വരുമല്ലോ, നമുക്കിപ്പോൾ സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് വരുമ്പോൾ ഒരു പ്രശ്നം. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ കുറേ ചിന്തിച്ചേ ഒരു കാര്യം ചെയ്യും. അല്ലാതെ ഉള്ളൂ. വരവും പോക്കുമെല്ലാം നമ്മുടെ ഇഷ്ടപ്പെടുന്ന വിധമുള്ള വരവും പോക്കൊക്കെ നമ്മൾ വല്ലാതെ ലേറ്റ് നൈറ്റ് ആയിരിക്കും വരിക. ഈ ഫ്ലാറ്റ് ഇപ്പോൾ പറയാറുണ്ട്, നമ്മൾ ഏറ്റവും അവസാനം വരുന്ന 2 പേരൊന്നും ഞാനും വേറൊരു ഡോക്ടറാണെന്ന് പറയാറുണ്ട്. അദ്ദേഹം ഇതുപോലെയാണ് താമസിച്ചവർ. ഞാൻ വളരെ ലേറ്റ്, അതായത് സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത് പാവം ഉണർന്നിരിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ മാനേജ് ചെയ്യണം, അതൊരു പ്രശ്നമാണല്ലോ. ചിലപ്പോൾ ഇനി ഒരു 12 മണിയാലും 1 മണിയാലും ചിലപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ നമ്മൾ രാത്രിയിൽ സമയം കണ്ടെത്തിയിട്ട് സിനിമയ്ക്ക് സിനിമ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്. എല്ലാ സിനിമയും കാണും. ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു സിനിമ ഏത്, അല്ലെങ്കിൽ സിനിമ ആക്ടർ, ഡയറക്ടർ, അങ്ങനെയൊക്കെ ഒരാളുണ്ടാവില്ല, അവരുടെ അത് മിസ്സാവത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അത് കണ്ടുപിടിക്കാനും വലിയ പാടാണ്. ഇപ്പോൾ ഒരുപാട് പ്രതിഭകളാണ്, എന്തൊരു ഡയറക്ടേഴ്സാണ്. ഒടുവിൽ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, ചിദംബരത്തെ വിളിച്ചു, പ്രേമല് കൊണ്ടു, അതിൻ്റെ ഡയറക്ടർ ഗിരീഷ് വിളിച്ചു, അദ്ദേഹം എടുത്തില്ല ഫോണ്. എന്തൊരു പടങ്ങളാണ്. തരുൺമൂർത്തി എന്തൊരു ഡയറക്ടറാണ്. സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്കയെല്ലാം എന്തൊരു സിനിമയാണ്, ലൈറ്റുള്ള സിനിമ. പിന്നെ ജെ ഹേ അത് അമൃതയാണ്. അമൃതയ്ക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമൃത ലൈറ്റിൻ്റെ ആളാണ്. എനിക്ക് ത്രില്ലർ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലർ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആകെ ഇഷ്ടം ഫാമിലി അങ്ങനെയുള്ള പഴയ നമ്മുടെ വാത്സല്യം ടൈപ്പ് ഡ്രാമയൊന്നും എനിക്ക് ഇഷ്ടമല്ല. റെഫറൻസ് പറഞ്ഞ വാത്സല്യം, അതൊന്നും എനിക്കിങ്ങനെ ആകാശദൂത് ആയിട്ടൊന്നും എനിക്കിഷ്ടമല്ല, അത് വർക്കാവില്ല. അല്ലാതെ ഇപ്പോഴത്തെ പാറ്റേൺ അതല്ലല്ലോ, വളരെ ഗംഭീരമായി സിനിമകൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഉമ്മയെ വിളിച്ചു, ദേവിക അമ്മയെ ഞാൻ വിളിച്ചു, ദേവിക വർമ്മ. ഞാൻ ദേവിക വർമ്മയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഞെട്ടിപ്പോയി. അവർ ആദ്യമായിട്ട് സിനിമ പോലും കാണാറില്ലായിരുന്ന അമ്മ യാദൃശ്ചികമായി വന്നിട്ട് സിനിമ ചെയ്യുന്നു. വളരെ വളരെ ഡിഫറൻ്റ് ആയ കാര്യം. അതെ, ഉമ്മയുടെ ഒരു ഇതായിരുന്നു, ഉമ്മയുടെ ഒരു റെഫറൻസ് അതിലുണ്ട്.